UDF ശക്തികുളങ്ങര നോർത്ത് സൗത്ത് മണ്ഡലം കമ്മിറ്റികൾ ആൽത്തറമൂട്ടിൽ ധർണ നടത്തി. ശക്തികുളങ്ങര മുതൽ ആൽത്തറമൂട് വരെയുള്ള ഭാഗത്ത് അപകടകരമായ മൺകൂനയിലുള്ള ഉയരപാത പൊളിച്ചുമാറ്റി എലിവേറ്റഡ് പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ. ശക്തികുളങ്ങര മുതൽ ആൽത്തറമൂട് വരെയുള്ള ഭാഗത്ത് മനുഷ്യജീവന് ഭീഷണി ഉയർത്തി അപകടകരമായി നിർമ്മിച്ച മൺകൂനയിലുള്ള ഉയരപാത പൊളിച്ചുമാറ്റി എലിവേറ്റഡ് പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടാണ് UDF ശക്തികുളങ്ങര നോർത്ത് സൗത്ത് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആൽത്തറമൂട്ടിൽ ധർണ നടത്തിയത്. സമരം UDF ജില്ലാ ചെയർമാൻ KC രാജൻ ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രീയ പഠനം നടത്താതെ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രവും പാരിസ്ഥിതികതയും നിലനിർത്താതെയുമുള്ള നിർമ്മാണ പ്രവൃത്തികൾ മൂലം ഉയരപാത 100 മീറ്ററിലധികം ഇടിഞ്ഞു താഴ്ന്നിരിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. നാട്ടിലെ നമ്മുടെ രാജ്യത്തെ ആസൂത്രണത്തിന്റെ തകരാറാണ്, പ്ലാനിങ്ങിന്റെ തകരാറാണ്. ഏതൊരു രാജ്യത്തും ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ, ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ അത് ഒരു 50 വർഷം കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇപ്പോൾ ഇവിടെ തന്നെ റോഡ് നിർമ്മിക്കുന്നു. ഒരു 50 വർഷം കഴിഞ്ഞാൽ ഈ റോഡുകളുടെ സ്ഥിതി എന്തായിരിക്കും? 50 വർഷം കഴിയുന്ന ഭാവിയിൽ ഈ റോഡ് ഗതാഗതത്തിന് ഉപകരിക്കുമോ? ഇത് നിർമ്മിക്കുമ്പോൾ അങ്ങനെ താൽക്കാലികമായിട്ടില്ല, 40 50 വർഷത്തെ ദൂരത്തിൽ ഉള്ള ഭാവി കണക്കാക്കി വേണം ഈ റോഡ് നിർമ്മിക്കേണ്ടിയിരുന്നു. നിർഭാഗ്യവശാൽ അതിന് തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഇവിടെ കോൺട്രാക്ടർമാരുടെ കാര്യമൊക്കെ പറഞ്ഞ് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ ഈ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഇവിടെ മാത്രം പല പ്രദേശങ്ങളിലും പ്രശ്നങ്ങളുണ്ട്, നീണ്ടകരയിൽ പ്രശ്നമുണ്ട്. ഞങ്ങളുടെ കരുനാഗപ്പള്ളിയിലാണെങ്കിൽ ഇപ്പോൾ ഈ റോഡ് നിർമ്മാണത്തിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ എക്സ്പ്രസ് ഹൈവേ അതിവേഗ പാത കൊണ്ടുവരാൻ UDFന്റെ കാലത്ത് ശ്രമിച്ചപ്പോൾ ഇവിടെ അന്നത്തെ പ്രതിപക്ഷം, ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ കഴിഞ്ഞ 10 വർഷം ഭരണകക്ഷിയായിരുന്ന CPIM ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് ഇത് കേരളത്തെ രണ്ടായി വേർതിരിക്കുന്നു. അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ വലിയ ആക്ഷേപം ഉയർത്തിയതാണ്. ഇന്നിപ്പോൾ എന്താ സംബന്ധിച്ചിരിക്കുന്നത്? ഇന്നും കേരളത്തെ രണ്ടായി തിരിക്കുന്ന രീതിയിലാണ് ഈ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. UDF ചവറ നിയോജക മണ്ഡലം കൺവീനർ അഡ്വക്കേറ്റ് ജസ്റ്റിൻ ജോൺ മുഖ്യപ്രഭാഷണം നടത്തി. കിടങ്ങിൽ സന്തോഷ് അധ്യക്ഷത വഹിച്ചു. പുഷ്പൻ സ്വാഗതം പറഞ്ഞു. കോൺഗ്രസ് ചവറ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് മേച്ചേച്ചത്ത് ഗിരീഷ്, RSP ശക്തികുളങ്ങര നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സാബു നടരാജൻ, UDF സൗത്ത് കമ്മിറ്റി ചെയർപേഴ്സൺ രാമാനുജൻ പിള്ള, കൺവീനർ S രാജ്മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.